മുണ്ടക്കയിലെ 2 പാലങ്ങൾ തകർന്നത് വലിയ തരത്തിലുള്ള വെല്ലുവിളിയാണ് രക്ഷാപ്രവർത്തനത്തിന് ഉയർത്തിയത്. വയനാട്ടിലെ ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം നിർമ്മിച്ച താൽക്കാലികമായ പാലമാണ് ബെയിലി പാലം. ബുധനാഴ്ച രാത്രി ഏറെ വൈകിയും രക്ഷാപ്രവർത്തകർ ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിൽ തന്നെയായിരുന്നു. ബെയിലി പാലം സജ്ജമായതോടെ മുണ്ടക്കയിലെ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത കൂടുകയാണ്. പല അവസരങ്ങളിലും നമ്മൾ ബെയിലി പാലം എന്ന് കേട്ടുകാണും. സൈന്യം ബെയിലി പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ വാർത്തകളും വായിച്ചു കാണും. 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ മുണ്ടക്കയിലേക്ക് ഭാരമേറിയ യന്ത്ര സാമഗ്രികൾ എത്തിക്കുന്നതിനും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും കുറച്ചുകൂടി എളുപ്പമാകും. എന്താണ് ഈ ബെയിലി പാലം? മുൻകൂട്ടി നിർമ്മിക്കപ്പെട്ട ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും എടുത്തുമാറ്റാവുന്ന തരത്തിലുമുള്ള താൽക്കാലികമായ പാലമാണ് ബെയിലി പാലം. വലിയ ചരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്നതാണ് ഈ പാലം. 1942 രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരാണ് ഈ ആശയം ആവിഷ്കരിച്ചത്. ബ്രിട്ടീഷ് സർക്കാരിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബെയ്ലിയുടെ ആശയമായിരുന്നു എന്ന് പറയാം. അതുകൊണ്ടാണ് പാലത്തിന് ബെയിലി പാലം എന്ന് വിളിക്കുന്നതും. ഇവയ്ക്ക് പല ഗുണങ്ങളുമുണ്ട്. ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളും വേണ്ട. ഉരുക്കും തടിയുമാണ് പാലത്തിന്റെ പ്രധാന ഘടകങ്ങൾ. ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതിനാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ പ്രയാസവുമില്ല. ഭാരം കുറഞ്ഞ ഭാഗങ്ങളായതിനാൽ കൈകൊണ്ട് തന്നെ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യാം. ക്രെയിനിന്റെ ആവശ്യവും വരുന്നില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവ നല്ല ഉറപ്പുള്ളതാണ്. ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം. ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയിലി പാലം നിർമ്മിച്ചത് കേരളത്തിലാണ്. പമ്പ നദിക്ക് കുറുകെയായി 1996 നവംബർ 8 പാലം നിർമ്മിച്ചത്. പത്തനംതിട്ടയിലെ റാന്നിയിലെ പമ്പ നദിക്ക് കുറുകെയുള്ള 36 വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പകരം താൽക്കാലികമായി ബെയിലി പാലം നിർമ്മിച്ചത്. എന്നാൽ രാജ്യത്ത് ആദ്യമായി സൈനിക ആവശ്യത്തിനായി ബെയിലി പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ്. ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കും ഇടയിലാണ് ഈ പാലം നിർമ്മിച്ചത്. ഇന്ത്യൻ ആർമിയായിരുന്നു അന്ന് പാലം നിർമ്മിച്ചത്. സമുദ്രനിരപ്പിൽ നിന്നും 5602 മീറ്റർ ഉയരത്തിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് 30 മീറ്റർ നീളമാണ് ഉണ്ടായിരുന്നത്, അതായത് 98 അടി. അതേസമയം മുണ്ടക്കയിൽ 190 അടി നീളത്തിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലമാണിത്. നീളം കൂടുതലായതിനാൽ മധ്യത്തിൽ തൂണ് സ്ഥാപിച്ചാണ് പാലം നിർമ്മിച്ചത്. എന്തുതന്നെയായാലും പാലം വരുന്നതിലൂടെ കൂടുതൽ പേരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാകുമെന്നാണ് പ്രതീക്ഷ. ആ പ്രതീക്ഷ കൈവിടാതെ ഇരിക്കാം. സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിനിറങ്ങുന്ന എല്ലാ സന്നദ്ധ പ്രവർത്തകർക്കും ഐക്യദാർഢ്യം അറിയിക്കാം.